English Literature Standard 7, last class, I think about the last lesson 10, if I were you. Nyan Niyaya, Ni Nyanaya. Actually, you know about that this is a drama, it's a melodrama between only two characters. Vincent Gerard was living in a cottage near Essex, London, and an intruder who trying to come to inside his own house without his Gerard's appeal, and the intruder is planning to kill Gerard and using his own identity and to leave his cottage by using the Gerard's identity. Actually, what happens in the last of the drama is very illustrative. So we can look to the drama. Last class we have come to Edgar. At this place, the intruder asked about Vincent. Who are the persons daily come to visit you? So that we can start here. There are very rare, very surprisingly people take the trouble to visit me. There is a beggar, a greengrocer, and there is a milkman. Honchal but no one so interesting. In a Saba, we will have roti on the time. In the Pachal, roti would have or a Sala, Mansio, Mamsi, which അപ്പോൾ അതിനായിട്ട് ബർഗർ രണ്ട് ബണ്ണ് ഉപയോഗിച്ചാണ് ബർഗർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബണ്ണ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് മേടിക്കും. അപ്പോൾ അത് കൊണ്ട് വീട്ടിൽ തരുന്ന ആളാണ് പേപ്പർ. ഗ്രീൻ റോസ് എന്ന് പറയുന്ന മറ്റ് സാധനങ്ങളൊക്കെ ജ്യൂസുകളും അതുപോലെ ഇലകളും പച്ചക്കറികളും പഴങ്ങളും അതുപോലെ മറ്റു നമ്മുടെ ഇവിടെ അരി സാധനങ്ങളെല്ലാം കിട്ടുന്നതാണ് ഗ്രീൻ റോസ്. മിൽക്ക്മാൻ പാൽക്കാരൻ. ഇത്രയും പേര് ഈ കഥയുടെ സമയത്ത് 10 വർഷങ്ങൾക്ക് മുമ്പാണ്. അതുകൊണ്ട് ഇന്ന് അങ്ങനെയായിരുന്നു വീട് കൊടുത്തു. അപ്പൊ ഇതാണ് എന്റെ ഫ്ലാറ്റിൽ ഈ വീട്ടിൽ വരുന്ന നിത്യേന എന്ന സന്ദർശനം. ഇൻട്രോഡ് ഐ ഹാവ് യു നോ ദാറ്റ് യു നെവർ സീ ട്രേസ് പീപ്പിൾ. നിങ്ങൾ ഒരിക്കലും ബിസിനസ്സുകാരെ കാണാതെ കച്ചവടത്തിലായിട്ടില്ലേ. യു സീം ടു ഹാവ് ടേക്കൻ എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ട്രാവൽ സിൻസ് യു നോ സോ മച്ച് മീ അബൌട്ട് യു വാണ്ട് ടു സേ സംതിങ് അബൌട്ട് യുവർസെൽഫ്. യു ഹാവ് ബീൻ സോ മോഡസ്റ്റ്. താങ്കളെ വലിയ പുരോഗമനവാദിയെന്ന് തോന്നുന്നു. താങ്കൾ ഇതുവരെ എന്നെ കുറിച്ച് ഒരുപാട് ചോദിച്ചു. താങ്കളെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. പറയൂ. ഞാൻ എന്നെ കുറിച്ച് ഇഷ്ടംപോലെ പറയാം. ഞാൻ എന്നെ കുറിച്ച് ധാരാളം പറയാം. ഇഷ്ടം പോലെ. യു തിങ്ക് യു ആർ സ്മാർട്ട്, ബട്ട് ഐ ആം ടോപ്പ് ഓഫ് ദ ക്ലാസ് റൗണ്ട് ഹിയർ. ഐ ഹാവ് ഗോട്ട് ബ്രെയിൻസ് ആൻഡ് യൂസ് ദം. ദാറ്റ് ഈസ് ഹൗ ഐ ഹാവ് ഗോട്ട്. താങ്കളെ വലിയ സുന്ദരനാണ്, പക്ഷേ ഞാൻ സ്മാർട്ടാണ്. ഞാൻ ബുദ്ധിമാനാണ്. എന്റെ ബുദ്ധി ഉപയോഗിച്ചാണ് ഞാൻ താങ്കളുടെ ഈ ഫ്ലാറ്റിനകത്ത് വീട്ടിനകത്ത് അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നത്. താങ്കൾക്ക് പോലും അറിയാതെ. And there precisely how you got already great willing to break into my little cottage. എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇതുപോലത്തെ ഒരു കോട്ടയിൽ ഈ വീട്ടിനകത്ത് അതിക്രമിച്ച് കയറാൻ എന്നെ കൊണ്ട് ശ്രദ്ധിച്ചില്ല. When you know why you are breaking into your little cottage, you will be surprised. It won't be a pleasant surprise. ഞാൻ എങ്ങനെയാണ് താങ്കളുടെ വീട്ടിൽ താങ്കൾ അറിയാതെ അതിക്രമിച്ച് കയറിയെന്ന് അറിഞ്ഞാൽ താങ്കൾക്ക് ഭയങ്കര അത്ഭുതമായി തീരും. സോ ഗെറ്റ് ഫിംഗറിംഗ് സോ that is understandable. By the way, what particular line of crime do you embrace, or aren't you a specialist? അപ്പോൾ താങ്കൾ ഒരു മോഷ്ടാവാണ്, ഒരു കുറ്റവാളിയാണെന്ന് വളരെ വ്യക്തമാണ്. ഞാൻ അറിയാതെ എന്റെ സമ്മതമില്ലാതെ എന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി എന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന തന്നെ ഒരു കുറ്റവാളി എന്നല്ലാതെ പിന്നെ എന്നെ വിളിക്കേണ്ടത്. അപ്പൊ താങ്കൾ ഒരു 1ാം ക്ലാസ് കുറ്റവാളിയാന്നുള്ള കാര്യത്തിന് ഒരു സംശയവും എനിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്കറിയാൻ ആഗ്രഹമുണ്ട്, താങ്കൾ കുറ്റവാളി ആണല്ലോ. ഏത് കാര്യത്തിലാണ് സ്പെഷ്യലിസ്റ്റ്? ചിലരാണെങ്കിൽ താക്കോലില്ലാതെ കമ്പി വെച്ച് കുത്തിപ്പൊളിച്ച് കയറുന്നു, ചിലർ ഭിത്തി തുറന്ന് കയറും, ചിലര് ഓട് പൊളിച്ച് മേൽക്കൂരയുടെ മുകളിൽ കൂടെ കയറുന്നവരുണ്ട്. ഇങ്ങനെ കള്ളന്മാർ പലരുണ്ട്. ചിലര് വന്ന് ഞാൻ തലക്കടിച്ച് വീട്ടിലുള്ളവരെ വീഴിക്കും. ചിലർ ആഭരണങ്ങൾ മോഷ്ടിക്കും, ചിലർക്ക് ആഭരണമില്ല, പണം മോഷ്ടിക്കും, ചിലർ വീട്ടിലിരിക്കുന്ന ഭക്ഷണമല്ല ചിലര് പോകാൻ നേരം 1ഉം 2ഉം കുടിക്കാതെ ചെയ്തിച്ചു. ചില കുറ്റവാളികൾ. ഇതൊക്കെ നോക്കിയിട്ടാണ് പോലീസ് ഏകദേശം ആ കാര്യങ്ങൾക്ക്
ചില രീതികളാണ്. അപ്പൊ അതുകൊണ്ട് താങ്കൾ ഏത് സ്പെഷ്യലിസ്റ്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ജവാബ് ചോദിക്കുന്നത്. സോ വിത്ത് ഫിഗർ മൈ സ്പെഷ്യാലിറ്റി ജുവൽ എന്റെ എന്ന് പറയുന്നത് ആഭരണ മോഷണമാണ്. ജുവലറിയിൽ കയറുക, ആഭരണം മോഷ്ടിക്കുക. വീട്ടിലേക്ക് ആഭരണം ഞാൻ മോഷിച്ചത്, എനിക്ക് ആഭരണങ്ങൾ ഉണ്ടാകും. അതാണ് എന്റെ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. ഓരോരുത്തർ സ്പെഷ്യലിസ്റ്റുകളുണ്ട് ജീവിതത്തിൽ. നമ്മളിൽ ഡോക്ടർമാർ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ പല ഗ്രാൻഡില് ഡെന്റിസ്റ്റ്, കണ്ണിന് ഒപ്താൽമോളജിസ്റ്റ്, അതുപോലെ ഹാർട്ടിന്റെ നോക്കുന്ന കാർഡിയോളജിസ്റ്റ്, അതുപോലെ ഇത് എല്ലുകളുടെ ഒക്കെ ഇങ്ങനെ ഓരോരോരോ അതുപോലെ കെട്ടിടങ്ങളുടെ പ്ലാൻ ഒക്കെ വരയ്ക്കുന്ന ഉണ്ടാക്കുന്ന ആളാണ് ആർക്കിടെക്ട്. കെട്ടിടം പണിയുന്ന ആൾ സിവിൽ എഞ്ചിനീയർ കേട്ടോ. അതുപോലെ കമ്പ്യൂട്ടർ നന്നാക്കുന്നതാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയർ, കമ്പ്യൂട്ടർ അസംബ്ലി ചെയ്യും. ഇങ്ങനെ ഓരോന്നിനും ഓരോ. അതുപോലെ വാഹനങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയർ. വിമാനങ്ങളുടെ പാർട്സുകളൊക്കെ കൂട്ടിച്ചേർത്ത് വിമാനം ഉണ്ടാക്കുന്നയാളാണ് എയർക്രാഫ്റ്റ് എഞ്ചിനീയർ. വിമാനം ഓടിക്കുന്നയാള് പൈലറ്റ് കേട്ടോ. ഇങ്ങനെ ഓരോരുത്തർ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. കപ്പലിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്ക് പറഞ്ഞ പേരാണ് ഷെഫ്. എന്റെ മീനാണ് ഷെഫ്. കപ്പൽ ഓടിക്കുന്നയാൾ ക്യാപ്റ്റൻ. ഇതിനാണ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരോട് ചോദിച്ചാൽ എന്താണ് ജൂവൽ റോബർ, ആഭരണം മോഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ. So I am afraid jewels are few and far between these whites of Essex. ഞാൻ മനസ്സിലാക്കുന്ന ഈ എസെക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് അധികം ആഭരണങ്ങളൊന്നുമില്ല, ആഭരണ കടകളൊന്നുമില്ല. അതുകൊണ്ട് അതിന് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് വേറെ കാര്യത്തിലേക്ക് തിരിക്കുന്നത്. So all the cops I can reject here nicely for a little while. ഇവിടെ കോപ്സ് ഉണ്ട്. കോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പത്തുള്ളതല്ല, കോപ്പത്ത് പറഞ്ഞ പോലീസ് ഉണ്ട്. ഇവിടെ എസെക്സ് പോലീസ് ഉണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവന്മാരെ കുറച്ച് കാലത്തേക്ക് അവന്മാരെ റിട്ടേൺ ചെയ്തിട്ടില്ല, വീട്ടിൽ കൊണ്ടിരിക്കാൻ. സോ യു മീൻ ടു ലീവ് വിത്ത് മീ ട്രഫിൾ സഡൻ വിസിറ്റ് യു ഹാവ് നോട്ട് ബീൻ ഇൻവൈറ്റഡ്. ദാറ്റ് മീൻസ് എന്റെ കൂടെ വരെ പോലീസുകാരുണ്ടോന്നാണ് ചോദിച്ചത്. ഇവിടെ പോലീസ് ഉണ്ടോന്നാണോ? യു വോണ്ട് ടു ഹിയർ ലവ് ഐ വിൽ ട്രൈ ടു ആസ്ക് വാട്ട് യു മീൻ. എനിക്കധികം ആരും കഷ്ടപ്പെടുത്താൻ താല്പര്യമില്ല. ദിസ് ഈസ് യുവർ ബിഗ് സർപ്രൈസ്. ഐ ആം ഗോയിങ് ടു കിൽ യു. ഞാൻ താങ്കളോട് ഒരു വലിയ സത്യം പറയാൻ പോകാം. ഞാൻ തന്നെ കൊല്ലാൻ പോകുകയാണ്. ഐ ആം ഗോയിങ് ടു കിൽ. ഗോയിങ് ടു കിൽ മീൻസ് കില്ല് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഞാൻ തന്നെ കൊല്ലാനുള്ള പരിപാടിയാണ് എന്റെ പറഞ്ഞത്. എ ലിറ്റിൽ ഹാർഷ്, ശരിയാണോ? യാ, ഐ വിൽ ബി സോറി ടു ഡു ഇറ്റ്. ഐ ഹാവ് ടേക്കൻ എ ഫാൻസി ടു യു ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് ഗോ ടു ബി ഹാഡ്. എനിക്ക് താങ്കളെ കണ്ടിട്ട് വലിയ ഇഷ്ടം, അതുപോലെ ഇഷ്ടം. അതുകൊണ്ട് താങ്കളെ കൊല്ലണമെന്ന് ഭയങ്കര മോഹം. ആ മോഹം കഴിഞ്ഞിട്ട് ഞാൻ താങ്കളുടെ വീട്ടിനകത്ത് അതിക്രമിച്ചിട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വന്നത്. വൈ ആണ് നമ്പർ 12 അതർ തിങ്സ്. അപ്പൊ താങ്കൾ പറഞ്ഞു കഴിഞ്ഞു ജൂവലറി മോഷ്ടാവാണ്, പല ക്രൈമുകളും ചെയ്തു. അപ്പൊ താങ്കൾ ചെയ്ത കുറ്റത്തിന്റെ കൂടെ ഒരു കുറ്റവും കൂടെ കൂട്ടിച്ചേർത്ത് എന്തിനാ? എന്നെ കൊന്ന കൊലപാതക കുറ്റം വരത്തില്ലേ? കൊലപാതക കുറ്റം കിട്ടിയാൽ താങ്കളെ പിന്നെ പോലീസ് വെറുതെ വിടുവോ? തൂക്കി കൊല്ലത്തില്ലേ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഗ്രേറ്റ് സ്റ്റെപ്പ്. So I am not taking it for fun. I have been hunted long enough. I am wanted to murder already and they can't harm me twice. അതൊരു വിഷയമില്ല. താങ്കളെ കൊന്നാൽ എനിക്ക് തൂക്കുകയർ കിട്ടുമെന്നൊരു വിഷയമില്ല. നാളുകളായിട്ട് പോലീസ് എന്നെ അന്വേഷിച്ചിടക്കുന്നൊരു കുറ്റവാളിയല്ല. ഓൾറെഡി ഞാൻ രണ്ടെണ്ണത്തിനെ തട്ടിക്കഴിഞ്ഞു. ഇനി തന്നെ കൂടെ തട്ടിയാലും 3 പ്രാവശ്യം എനിക്ക് തൂക്കുകയർ കിട്ടത്തില്ല. തൂക്കുകയർ ഒരു പ്രാവശ്യം കിട്ടും. ഇപ്പോൾ എന്നെ പോലീസ് പിടിച്ചാൽ കൊണ്ട് തൂക്കിക്കൊല്ലും. പിന്നെ തന്നെ കൂടെ കൊന്നാൽ എനിക്ക് പ്രത്യേകതയാണ്. ഓൾറെഡി ഞാൻ രണ്ടെണ്ണത്തിന് തട്ടി. അതുകൊണ്ട് എന്നെ പിടിച്ചാൽ എന്നെ കോടതി ശിക്ഷിക്കും, അവസാനം എന്നെ തൂക്കിക്കൊല്ലും. അപ്പൊ ഇനി താങ്കളെ കൂടെ കൊന്നാൽ എനിക്ക് തൂക്കുകയർ വീണ്ടും കിട്ടുമൊന്നുമില്ലല്ലോ. ഒരിക്കൽ തൂക്കിക്കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് എനിക്ക് തൂക്കുകയർ ഉറപ്പാണ്. അവിടെ തന്നെ തട്ടിയാൽ കുഴപ്പമൊന്നുമില്ല. യു ആർ പ്ലാനിങ് എ ഗ്രാറ്റുവസ് ഡബിൾ സോ ടു സ്പീക്ക് അഡ്മിറ്റ് യു ഹാവ് ടു. അപ്പോൾ എന്നെ കൂടെ കൊണ്ട് ഇരട്ട കൊലപാതകമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്. അതായത് ഇരട്ട കൊലപാതകം, ഒരാളെ വീണ്ടും ഒരാളെ കൊണ്ട് ഇരട്ട കൊലപാതകം ശ്രമിക്കുന്നത്. I have got freedom in gain. As for myself, I work 100 rats, a Vincent Charles there are. I am free, no, go places I have to do nothing. I can eat well and sleep and without a habit. To be ready to bear sides for. ഞാൻ
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടയാടപ്പെടുന്ന ഒരു എലിയാണ്. എന്നെ വെറുതെ പോലീസ് വേണ്ട, എനിക്ക് ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. എന്നെ കണ്ട പോലീസ് പിടിച്ചോണ്ടു. കാരണം ഞാൻ കൊലപാതകം, എന്നെ കണ്ട വെറുതെ എടുത്തില്ല. In most melodramas, the villain is foolish enough to delay his killing alone, enough to be frustrated. You are മനുഷ്യൻ ലക്കിയർ. അപ്പോൾ ജെറാഡ് ചോദിച്ചു, ഇങ്ങനത്തെ ഡ്രാമകളിലൊക്കെ വില്ലൻ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകും. കാരണം കൊന്നു കഴിഞ്ഞാൽ തീരുമല്ലോ. താങ്കൾ ആ ഒരു രീതിയിലാണ്. താങ്കൾ എന്തുകൊണ്ട് എന്നെ കൊല്ലാത്ത കൊല്ലുകൊല്ലെന്ന് പറയുന്നതേ ഉള്ളല്ലോ. I am okay. I have got a reason for everything. I am going to be Vincent Charles Darcy. I have got to know what he talks like. No, that Polish push-up comes easy. This Charles speaking in imitation, and that is not at all. Get up a minute. Now take a lot to me. സത്യം പറഞ്ഞാൽ ഞാൻ താങ്കളെ കൊല്ലാതെ നീക്കോട്ട് പോകുന്നൊരു കാരണമുണ്ട്. എന്റെ ഉദ്ദേശിച്ച് പറയുന്നത് താങ്കളെ പോലെ ആയി തീരുകയാണ്. അതുകൊണ്ട് ഞാൻ താങ്കളുടെ സംഭാഷണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ മനുഷ്യരുടെ എങ്ങനെയാണ് സംഭാഷണം, താങ്കൾക്ക് എന്തുമാത്രം വിവരമുണ്ട്, എത്ര വിദ്യാഭ്യാസമുണ്ട്, താങ്കളുടെ രീതികളൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം എൻ്റെ ഉദ്ദേശം താങ്കളെ കൊന്നിച്ചിട്ട് എനിക്ക് അതുപോലെ ആയി തീരാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ താങ്കളെക്കുറിച്ച് പഠിക്കുക. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് തന്നെ കൊല്ലാതെ ഞാനിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത്. യു ആർ നോട്ട് പർട്ടിക്കുലർലി ഡെക്കറേറ്റീവ്. Now when the ghost follows you, I have only got to be a specs and I will be enough likely to get away with it. നിങ്ങൾ കണ്ണാടി ഉപയോഗിക്കില്ല, ഞാനാണ് കണ്ണാടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കണം. വാട്ട് അബൌട്ട് യുവർ ക്ലോസ്, നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങൾ എന്തൊക്കെ ധരിക്കുന്നത്? കാരണം നിങ്ങളെ കൊന്നാലും എനിക്ക് നിങ്ങളായിട്ട് ജീവിക്കട്ടെ. ദാറ്റ് ഈസ് ഓൺലി റൈറ്റ്. യുവേഴ്സ് വിൽ ഫിറ്റ് മീ. താങ്കളെ എൻ്റെ ഡ്രസ്സ് ഒരുപാട് ചെയ്യുമ്പോൾ ഏകദേശം ഒരേ വലുപ്പമാണ്. That is extremely interesting, but too soon to miss the point of my remark. I said you were luckier than most melodrama villain because of a tribute to your intelligence. You are putting me for a big police. പക്ഷേ എനിക്ക് താങ്കളോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, താങ്കളുടെ ബുദ്ധിശക്തിക്ക് ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. കാരണം താങ്കൾ ഒരിക്കലും എന്നെ കൊല്ലത്തില്ല. കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ വന്നവരെ കൊന്നേനെ. അപ്പൊ താങ്കളുടെ ഉദ്ദേശം എന്നെ കൊല്ലുക എന്നതല്ല. അത് അക്കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഉറപ്പാണ്. താങ്കൾ എന്നെ കൊല്ലാൻ പോകുന്നില്ല. ഓക്കെ, വാട്ട് അബൌട്ട് യുവർ സോ ദാറ്റ് ഈസ് വാട്ട് യു തിങ്കിങ്. അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണ്? യു വിൽ ലെറ്റ് മീ ഗോ അറ്റ് ടൈം ഗോൾ. യു ഡിഡ്ന്റ് ഷൂട്ട് സൂണർ. നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾ ഒരിക്കലും എന്നെ ഷൂട്ട് ചെയ്യരുത്. Come on, what is on your mind? Better begin this conversation. എന്താ താങ്കൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഈ സംഭാഷണം മുഷിഞ്ഞു. എത്രയും വേണം താങ്കളെ കൊല്ലണം, കാര്യം വെക്കണം. അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. ജെറാഡ് ചോദിക്കുന്നു, your idea is to elude the police by killing me and taking on my identity. അപ്പൊ താങ്കളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്നെ കൊല്ലുക, എന്നിട്ട് പോലീസിന്റെ മുമ്പിൽ താങ്കളുടെ ശവശരീരമായിട്ട് എന്ന നിലയിൽ എന്റെ ശവശരീരം കൊടുക്കുക. എന്നിട്ട് എന്റെ ഉടുപ്പും എന്റെ ഐഡന്റിറ്റി കാർഡും എന്റെ വീടും ഒക്കെ ഉപയോഗിച്ച് എന്റെ മേൽവിലാസത്തിൽ താങ്കൾക്ക് കഴിയും. അതല്ലേ താങ്കൾ ഉദ്ദേശിക്കുന്നത്? എന്നെ കൊല്ലുക, എന്നിട്ട് പോലീസ് അന്വേഷിക്കുന്ന കുറ്റവാളി മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മൃതശരീരം കൊടുക്കുക. ഇത് താങ്കൾ എന്റെ ഡ്രസ്സ് അണിഞ്ഞ് എന്റെ ഈ വീട്ടിൽ എന്നെ പോലെ ഞാനായി കഴിയുക. അതല്ലേ ഉദ്ദേശം? ബട്ട് ആർ യു ഷുവർ ഇറ്റ് ഗോയിങ് ടു ഹെൽപ് യു? അങ്ങനെ ചെയ്താൽ താങ്കൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? Listen, I have got this all right. I did a job in town. These things were home and I feel a hope. Since then, I have done nothing but growth. നിങ്ങൾ വിചാരിക്കുന്നതല്ല, ഞാൻ നിങ്ങളെ പോലെ താങ്കൾ പറയുന്ന ഒരു ക്രൂരനൊന്നുമല്ല. എനിക്ക് ഈ പട്ടണത്തിൽ ഒരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അബദ്ധവശാൽ ഒരു പോലീസുകാരനെ കൊല്ലേണ്ടി വന്നു. പോലീസുകാരനെ കൊന്നതുകൊണ്ട് പോലീസുകാർ എവിടെ കണ്ടാലും ഓടിച്ചിട്ട് പിടിക്കും. പിടിച്ച അവന്മാരെന്നെ തട്ടിക്കളയും. അതുകൊണ്ട് എനിക്ക് പോലീസിനെ പേടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയായത്. അപ്പൊ പോലീസിനെ വെട്ടിട്ട് ജീവിക്കാൻ എനിക്ക് ഒരു മാർഗമുള്ളൂ. എന്നെ പോലെ ഒരാളെ ഒന്ന് പോലീസ് വിട്ടുകൊടുക്കും. പോലീസോട് കുറ്റവാളി ചടങ്ങ് കൊടുക്കും. എനിക്ക് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇറങ്ങിയത്. അതുകൊണ്ട് എനിക്ക് ആത്മാറാട്ടം മാത്രമേ ഉള്ളൂ, വേറെ ഒരു മാർഗമുള്ളൂ. This is where Dorothy has brought you. I brought you to Iceberg. That is where I saw you in the car. To other people saw you and started to talk. I listened to look like you are a big, pure kind of mystery man. സത്യം പറഞ്ഞാൽ ഈ ആത്മാർത്ഥത്തിൽ താങ്കളെ തിരഞ്ഞെടുക്കാൻ കാര്യം
അലിസ്ബറി എന്ന് പറഞ്ഞ സ്ഥലത്ത് താങ്കളുടെ കാറിൽ ഇരുന്നുകൊണ്ട് മറ്റ് രണ്ടാളുകളുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ അവിടെ നിന്ന് മുഴുവൻ കേട്ടു. അങ്ങനെയാണ് താങ്കളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. നോക്കിയപ്പോൾ താങ്കൾ ഞാൻ ഏകദേശം ഒരുപോലെ ഇരിക്കും. അപ്പൊ ഞാൻ മനസ്സിൽ പ്ലാൻ ഇട്ടു, താങ്കളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറുക, താങ്കളെ കൊല്ലുക, താങ്കളുടെ ഡ്രസ്സ് എടുത്ത് ധരിക്കുക, താങ്കളുടെ വീട്ടിൽ താങ്കളായിട്ട് കഴിയുക. പോലീസിന്റെ മുമ്പിൽ അവരന്വേഷിച്ച് കുറ്റവാളി എന്ന നിലയിൽ താങ്കളെ കൊടുക്കുക. അപ്പൊ പിന്നെ പോലീസ് അത് പൊക്കോളും. നിങ്ങൾ പറയുന്നതിനകത്ത് ഒരു ഉദ്ദേശ ലക്ഷ്യം യഥാർത്ഥത്തിൽ കാണുന്നില്ല. യു ഫോൺ യുവർ ഓർഡേഴ്സ് ആൻഡ് സംടൈംസ് യു ഗോ അവേ suddenly and come back just the same. Those are just the things I want to do. Hearing about you was one of my luckiest things. അപ്പൊ താങ്കൾ ഫോൺ ചെയ്ത് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്ത് ഞാൻ കേട്ടു. അത് അല്പം കഴിയുമ്പോൾ എത്തുന്നത് എനിക്ക് ആവശ്യമുള്ള സാധനം തന്നെയാണ്. അപ്പൊ എനിക്ക് പിന്നെ ഉടനെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിച്ച് സുഖമായിട്ട് ഇവിടെ കഴിഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് അത് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. അതാണ് ഞാൻ താങ്കളെ കൊല്ലാത്തത്. Apparently you have the intelligence to ask why I am interested in this block of mystery. As I said before, this conversation bothers me. അപ്പോൾ don't be a fool. If you are sure you will be harmed for sure. If not as yourself as then as. അപ്പോൾ ഇവിടെ ജെറാഡ് പറഞ്ഞു, താങ്കൾ ഒരിക്കലും എന്നെ ഷൂട്ട് ചെയ്തത് എന്നെ കൊണ്ടു കഴിഞ്ഞാൽ താങ്കൾ വിചാരിക്കുന്നത് എളുപ്പമല്ല. ഞാനായിട്ട് താങ്കൾക്ക് ജീവിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കണം. ഞാൻ എവിടെ പോകുന്നു, ആരൊക്കെയാണ് എൻ്റെ കൂട്ടുകാർ, ഏതൊക്കെയാണ് എൻ്റെ അടുപ്പമുള്ള വീടുകൾ, ഞാൻ എന്താണ് ജോലി ചെയ്യുന്നത്, ആരോടൊക്കെയാണ് ഞാൻ ഇടപെടുന്നത്, എല്ലാം അറിഞ്ഞാലേ താങ്കൾക്ക് ജീവിക്കാനേ പറ്റുള്ളൂ. കാരണം ഞാൻ ഇടപെടുന്ന ആരാന്നറിയാതെ താങ്കൾ പോയി എങ്ങനെ ഇടപെടും? അതുപോലെ എന്നെ കാണാൻ വരുമ്പോൾ ആളുകളുടെ അന്വേഷിച്ചു വരും. അപ്പൊ താങ്കൾ എന്നാൽ അവർക്ക് താങ്കളെ മനസ്സിലാകത്തില്ല. താങ്കൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് കൊണ്ടില്ല. അപ്പൊ അവർക്ക് സംശയം തോന്നും. ചുരുക്കം പറഞ്ഞാൽ എന്നെ കൊന്നു കഴിഞ്ഞാൽ ഒരിക്കലും താങ്കൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ദിസ് ഈസ് യുവർ ബിഗ് സർപ്രൈസ്. ഐ സെഡ് യു വോണ്ട് kill me and I was right. Why do you think I am here today and gone tomorrow? Never see such people. You see my habits. You are crook. Do you think I am a Sunday school teacher? The games are as I am concerned. Things went wrong with me. I said it with say bullets. Unfortunately, they got one of my men and found things the fool should have been bent. Tonight I am expecting the trouble. Nay, big bags packed ready to clear off them. താങ്കൾക്ക് എന്നെ കുറിച്ച് ഒരു ചുക്ക് ചുണ്ണാൻ പറയുന്നില്ല. ഞാൻ സത്യത്തിൽ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ. ഞാൻ അവിടെ പോയി പിള്ളേരെ പഠിപ്പിക്കും. അപ്പൊ അവരോട് നോക്കിയില്ല, എന്നെ കാണാൻ വരുമ്പോൾ അവരോട് വരും, അല്ല അന്വേഷണം. താങ്കൾ എന്നെ എടുക്കും, താങ്കൾക്ക് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ അറിയാം. മാത്രമല്ല എന്നെ കാണാൻ വരുന്ന ആരൊക്കെയാണ് താങ്കൾക്ക് അറിയാമോ? അവിടെ നിന്ന് തീർന്നില്ല, അവരിവിടെ വന്നിട്ട് താങ്കളെ കണ്ടുപിടിച്ചിട്ട് അവർ തന്നെ ചുട്ടുകൂടും. കാരണം എന്നെ കൊന്നെന്ന് മനസ്സിലാവും. അതുകൊണ്ട് മണ്ടത്തരം കാണിക്കരുത്. അതുപോലെ ഞാൻ ഇവിടുന്ന് യാത്രയാകാൻ ഇരിക്കുക. ഞാൻ ഈ ഭാഗ്യ കൃഷിയിലേക്ക് വെച്ചിരിക്കുക. ഞാൻ എവിടെ പോകുന്നത് താങ്കൾക്ക് അറിയാമോ? അതുപോലെ അതിന് ടിക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തെളിവുകളാണ്. ഇറ്റ് ഈസ് എ ബാഗ് ഓൾ റൈറ്റ്, ദിസ് ഇസ് ഗൺ ഓൾ റൈറ്റ്. വാട്ട് ഈസ് ഓൾ ദിസ്? അപ്പം എൻ്റെ ബാഗിനകത്ത് തോക്കാണ് വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് എ ഡിസ്ഗൈസ് ഔട്ട്ഫിറ്റ്. ഫാൾസ് മൗഷിയാണ് അല്ല. എനിക്ക് ഇത് മാറാനായിട്ടുള്ള, വേഷം മാറാനുള്ള താടിക്ക് നോക്കിയാണ് ഞാൻ വേഷം മാറുകയാണ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഈ വീട്ടിലെ ആളൊന്നുമല്ല. ഞാൻ നിങ്ങളെപ്പോലെ ഒരു വേഷം മാറി നടക്കുന്ന ആളാണ്. അപ്പൊ എന്നെ ഒരു വേഷം മാറ്റുകാരനായി എന്നെ പിടിച്ച് നിങ്ങൾ മാറാൻ നോക്കിയാൽ നിങ്ങൾ അവസരം നടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ എന്നെ കൊല്ലരുത്. ആൻഡ് ഫോർ ഗോഡ്സ് സേക്ക് ക്ലിയർലി മണ്ടിൽഡ് ഹെഡ് ഓഫ് ഇയേഴ്സ് ആൻഡ് ലെറ്റ് us go. Come with me that I can use you if you find it's a frame. You have got me in the car and you will be safe. ഒരു കാര്യം ചെയ്യും, എന്റെ കാറിൽ ഞാൻ താങ്കളെ രക്ഷപ്പെടാൻ അനുവദിക്കാം. അപ്പൊ ഞാൻ പോയി പോലീസുകാരെ വെട്ടിച്ച് നിന്നെ കൊണ്ടുപോകും. അപ്പം പോലീസുകാർ എന്നെ കണ്ടുകൊണ്ട് ഒരിക്കലും കാറ് പരിശോധിക്കാൻ വരുന്നില്ല. നിന്നെ എവിടെയെ കൊണ്ടുവിടണമെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവിടാം. നിന്നെ ഞാൻ അങ്ങനെ രക്ഷിക്കാം. ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കത്തില്ല. നീ എന്നെ കൊന്നതുകൊണ്ട് നിനക്ക് ഒന്നും നേടാൻ പറ്റില്ല. മേ ബി ഓക്കെ, ദെൻ ഡോണ്ട് മിസ്റ്റേക്ക്. സമയം കളയട്ടെ. കെയർഫുൾ ബോസ്, ഐ ആം വാച്ചിങ്. അതുകൊണ്ട് ശരി, അങ്ങനെയാണ് ശ്രമിക്കും. ഐ ഹാവ് ഗോട്ട് എ മാൻ പോസ്റ്റഡ് ഓൺ ദ മെയിൻ ഡോർ. ഹി വിൽ റിംഗ് അപ്പ് ഇഫ് ഹി സീസ് ദ പോലീസ്, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ഹിം. അവിടെ ഞാൻ ഒരാളെ വിളിച്ചിട്ട് അവരോട് കാത്തിരിക്കാൻ പറയാം. ഞാൻ താങ്കളെ കൊണ്ടുപോയി അവരെ ഏൽപ്പിക്കാം. എന്നിട്ട് താങ്കൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. പോലീസ് അറിയാതെ കൊണ്ട് വിടാനായിട്ട് പറ്റുന്ന ഞാൻ ഫോൺ ചെയ്ത ആളെ വിളിക്കാം. ഹൗ ഡു ഐ നോ ദാറ്റ് യു ആർ ടെല്ലിംഗ് ദ ട്രൂത്ത്? അപ്പം നീ ഫോൺ വിളിക്കുമ്പോഴത്തേക്കിന് കറക്റ്റ് കാര്യം തന്നെ. അതുകൊണ്ട് എൻ്റെ കൂടെ വന്ന് ഇന്നോണം പറയും. ഓ ഡോണ്ട് ബി എ ഫൂൾ, ലുക്ക് യുവർസെൽഫ്. ജെറാഡ് opens the door and steps away. The intruder leans forward to inspect it with his side towards Gerard. പെട്ടെന്ന് വാതിൽ വിട്ടു
പെട്ടെന്ന് പുള്ളി ജെറാഡ് ഫോൺ ചെയ്യാൻ വേണ്ടി ഫോൺ ഇരിക്കുന്ന ടേബിളിലേക്ക് പോയി ഈ ഇൻട്രൂഡർ തോക്ക് പിടിച്ചോണ്ട് ഇങ്ങനെ ചെന്നു. അപ്പൊ അവൻ നോക്കിയിരിക്കുമ്പോൾ പുള്ളി ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ട്, പറയുന്നതായിട്ട് കേട്ടു. ജെറാഡ് പ്ലീസ്. പെട്ടെന്ന് ഈ ഇൻട്രൂഡർ തോക്കും കൊണ്ട് ഈ ജെറാഡിന്റെ തൊട്ടടുത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു അലമാരി ഇരിപ്പുണ്ടായിരുന്നു. ആ അലമാരി പുള്ളി തോള് വെച്ച് ഒറ്റ തട്ടിലേക്ക് ഈ അലമാരി വന്ന് ഈ ഇൻട്രൂഡറെ തോക്ക് പിടിച്ചെടുക്കുന്ന കയ്യാലോട്ട് വീണു. തോക്ക് തെറിച്ചു. ഈ നേരം കൊണ്ട് ജെറാഡ് ഇൻട്രൂഡറെ മുഴുക്കെ കെട്ടിപ്പിടിച്ചു. പുള്ളിയുടെ കാലെ തട്ടി താഴെ പിടിച്ചു. വീഴ്ചിട്ട് പെട്ടെന്ന് ഈ തോക്ക് ചാടിയെടുത്ത് ഈ ഇൻട്രൂഡറുടെ മുമ്പിൽ നേർക്ക് ചൂണ്ടി. എന്നെ കൊല്ലരുത്, എന്നെ പോകാൻ അനുവദിക്കുക. ഹലോ, യെസ് സ്പീക്കിംഗ്, സോറി, ഐ കാൻറ്റ് ലെറ്റ് യു ഹാവ് ദ purpose in time for the replacement. How can a spot of bother? Quite amusing. I think I will put in my next plane. Listen, can you tell your friend, the sergeant, to come up here at once? You will probably find him in the public park. പേടിക്കണ്ട, താങ്കളെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ എത്തി, ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട്. അതായത് സാറിന് പോലീസ് ഇൻസ്പെക്ടർ അത് കൊണ്ടുപോകും. നിനക്ക് എന്നിട്ട് നല്ലതായിട്ട് ചോദിച്ചുകൊണ്ട് തരും. ഈ സന്തോഷ സമാധാനത്തോടെ തരുന്നു. അത്രയും നേരം തോക്കും ചൂണ്ടിക്കൊണ്ട് അങ്ങനെ നമ്മുടെ ഇൻട്രോഡർ പോലീസിന്റെ കഥയിലായി. ഓക്കെ, ദാറ്റ്സ് എൻഡ് ഓഫ് ദ ലെസൺ. ഓക്കെ, റൈറ്റ് ദ നോട്ട്സ്. ഓക്കെ, ദാറ്റ്സ് ക്ലിയർ ഓഫ് ദ ഓൾ ലെസൺസ്. താങ്ക്സ്.